ഹലോ ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 13ാമത്തെ ദിവസം. അതിനു മുന്നേ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ശനിയാഴ്ച എൻട്രി ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയിൽ നല്ല പൂക്കളുള്ള ഡ്രസ്സിലൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുള്ളത്. ലാലേട്ടന്റെ കാര്യം പറയണ്ട, ഇന്നും ഭയങ്കര മനോഹരമായിട്ട് നല്ല ഭംഗിയിലാണ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഒരു ആഴ്ച എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ചകൾക്ക് ശേഷം ലാലേട്ടൻ അകത്ത് കയറുകയാണ്. അതിനു മുന്നേ വേറൊരു കാര്യം കൂടിയുണ്ട്. ലാലേട്ടൻ വരുന്നതിന്റെ തലേ ദിവസം എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഡേ 13 എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ ലാലേട്ടൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഷാനവാസ് മറ്റേ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസിനോട്, താങ്കളുടെ ഡ്യൂട്ടിയുടെ സമയമായില്ലേ, താങ്കൾ എന്താണ് ചെയ്യാണ്ടിരിക്കുന്നത്? അങ്ങനെ കുറെ നേരം അനീഷിന്റെ സ്വഭാവം അറിയാലോ, അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ കുറെ വട്ടം അതിനെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഷാനവാസ് പറഞ്ഞ് എനിക്ക് സമയമാകുമ്പോൾ ഞാൻ പോയി ചെയ്തോണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനീഷ് പറയുന്നത് ഇഷ്ടമാവാതെ ഷാനവാസ് അവിടെ ഇരുന്നിരുന്ന ഒരു തലേന്നെടുത്തിട്ട് നമ്മുടെ അനീഷിനെ അറിയുന്നുണ്ട്. അനീഷ് തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയൽ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് അനീഷ് വന്നിട്ട് എറിയാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് അവിടെ ഇരുന്നിരുന്ന ഒരു ചെയർ എടുത്തിട്ട് അനീഷിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. താൻ തന്റെ കാര്യം നോക്കി പൊക്കോ, എന്റെ മെക്കിട്ട് വേറാൻ നിൽക്കണ്ട, എന്റെ മെക്കിട്ട് കയറി കഴിഞ്ഞാൽ തനിക്ക് പണി കിട്ടും എന്നൊക്കെ നമ്മുടെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. അതിലിടക്ക് അനീഷ് പറയുന്നത് താനെന്ത് കഴുതയാടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡ്യൂട്ടി ഒന്നും ചെയ്യാതെ ഷാനവാസെ താനെന്ത് കഴുതയാടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസ് പറഞ്ഞു, ഇനി മേലിൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ വീട്ടുകാരെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പറച്ചില് നമ്മുടെ അനീഷിന് ഇഷ്ടമായില്ല. അനീഷ് പറയുന്നുണ്ട്, മോനെ നീ എന്നെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കല്ലേ, ഇതിലൊന്നും പേടിക്കുന്ന ആളല്ല ഈ അനീഷ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനീഷ് അവിടെ പറയുന്നത്. അങ്ങനെ ആ ഒരു പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ അനീഷിനോട് പറയുന്നുണ്ട്, അനീഷ് നീ ഇവിടെ വിഷമാണ്, നീയാണ് ഇവിടുത്തെ വിഷം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസിൽ ആ ഒരു വാക്കുകൂടി നമ്മുടെ ഷാനവാസ് പറഞ്ഞപ്പോ അനീഷിനെ വീണ്ടും പൊളിഞ്ഞു. അനീഷ് പറഞ്ഞു, നീ ഇപ്പൊ ബിഗ് ബോസിലായ കാരണം കൊണ്ട് നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ ഒടിച്ചേനെ എന്നാണ് നമ്മുടെ ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു വഴക്കൊക്കെ കഴിഞ്ഞപ്പോ നേരെ നമ്മുടെ അഭിലാഷും ജിസേലും തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം, അനുവും ജിസേലും തമ്മിലുള്ള ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാം എന്നുള്ള രീതിയിൽ അഭിഷേക് സംസാരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ജിസേലിനോട് സംസാരിച്ചപ്പോൾ ജിസേൽ പറഞ്ഞു, ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം സോറി പറഞ്ഞ് ഓക്കെ ആക്കാന്ന് പറയുന്നുണ്ട്. അപ്പോ അഭിലാഷ് പറഞ്ഞു, എന്നാ ഞാൻ അനുമോളോടും പോയിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അനുമോൾ ഒരു രക്ഷയില്ല കേട്ടോ. അനുമോൾ അമ്പിനും വില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്, അവളോട് ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ അനുമോള് പറഞ്ഞത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ അകത്തുള്ള വിശേഷങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മത്സരാർത്ഥികൾ അടുത്തോട്ട് പോവുകയാണ്. അവിടെ എത്തിയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ മിഡ് വീക്ക് കളിച്ചത് വളരെ നന്നായിട്ടുണ്ട്, എല്ലാവരും നല്ല ഭംഗിയായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മുടെ അനീഷിനോടാണ് ആദ്യം ചോദിക്കുന്നത്. അനീഷിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഗെയിമിൽ താങ്കളുടെ കൂടെ മത്സരിച്ച മത്സരാർത്ഥികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ നമ്മുടെ അനീഷ് പറഞ്ഞു, കുഴപ്പമില്ല, ഒരു എന്താ പറയുക ഏറ്റക്കുറച്ചിലുകളിലൂടെയാണ് ആ ഒരു കളിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്, അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അനീഷ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലാഭവൻ സരികയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കലാഭവൻ സരിക പറയുന്നുണ്ട്, എന്റെ കൂടെ കളിച്ച ടീം എല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത്, അതിലും എനിക്ക് വളരെയധികം സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രേണുവിനോട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ രേണു പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി എവിക്ഷനിലുള്ള ഒരു വ്യക്തിയാണ്, എന്റെ കൂടെ 2 ആളെ എനിക്ക് ഒരു ഗെയിമിൽ കിട്ടിയതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ രേണു സുധിയും പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റന ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്. റന ഫാത്തിമയും ഹാപ്പി ആണെന്നാണ് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ അനീഷിനോട് പറയുന്നുണ്ട്, അനീഷ് താങ്കളുടെ ഗെയിമിൽ കൂടെ നിന്നവര് താങ്കളെ എന്താണ് ശരിക്കും ഗെയിം കളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന അവിടെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ അനുമോളും ശരത്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ശരത്തിനോട് ചോദിച്ചപ്പോൾ ശരത്ത് പറഞ്ഞു, ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ലാലേട്ട കളിച്ചത്, ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ തന്നെയാണ് ഞാൻ കളിച്ചത്, അല്ലാതെ ഞാൻ ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു സംഭവം മറ്റൊരു ദേശത്തിന്റെ കൂടെ ഒന്നല്ല ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് നമ്മുടെ അപ്പാനി ശരത്ത് പറയുന്നത്. അതുപോലെ തന്നെ അനുമോളോട് ചോദിച്ചപ്പോഴും അനുമോളും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോ അനീഷ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് എന്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വേണ്ടി നന്നായിട്ട് കളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അനീഷ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് 2 ആൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അവരെ കുറിച്ച് വീണ്ടും നിങ്ങൾ സംസാരിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേറെ ആരല്ല, നമ്മുടെ ഓനിയൽ സാബുവും പിന്നെ സരികയും കൂടിയാണ് പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആദില നൂറ പറയുന്നുണ്ട്, ആദില നൂറ പിന്നെയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ അവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അവര് എന്തായാലും തിരിച്ചു വരുമെന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു വിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അനീഷിനോട്
അതായത് അനീഷിന് ഒരു അഭിനന്ദനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അനീഷിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അനീഷ്, താങ്കൾ എങ്ങനെയാണ് ഇവിടെ ഗെയിമിൽ നിൽക്കുന്നത് എന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നത്, ഞാനാണ് ഇവിടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരെ പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാണ് ആ ഒരു ഗെയിം നിർത്തിയത്, എന്തിനാണ് ചോദിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ നിർത്താൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ലാലേട്ടൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേറൊന്നല്ല, അനീഷ് ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ ഒരു 10-100 വട്ടം ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അനീഷിൻ്റെത്. ആ ഒരു സ്വഭാവം അത്രയും നല്ലതല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലാലേട്ടൻ അനീഷിനോട് പറയുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ആടിനോടും ജസീലിനോടും വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ. ഇതൊരു മലയാളം ഷോ ആണ്. ഈ ഒരു മലയാളം ഷോയില് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാതെ കൂടുതലും മലയാളം സംസാരിക്കാൻ ശ്രമിക്കണം എന്ന് നമ്മുടെ ആടിനോടും ജസീലിനോടും ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ പണിപ്പുരയെ കുറിച്ച് ചോദിച്ചു. പണിപ്പുരയിലെ ഗെയിമിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ അതിൽ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ അവരെ പറ്റി പുകഴ്ത്തി പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നുണ്ട്, ഈ CID എന്താണ് അനുമോളെ, താങ്കൾ ഒരു CID ആണ്, അതുപോലെ പല പല കാര്യങ്ങളും അനുമോളിൽ നിന്നും വരുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിസേൽ പറയുന്നുണ്ട്, ലാലേട്ടാ, ഞാനിപ്പോ ഒരു സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബാഗ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രസ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ അനുമോൾക്കുള്ളത്. അത് എനിക്ക് അത്രയും നല്ലൊരു ഇതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ നമ്മുടെ ജസീൽ ലാലേട്ടനോട് പറയുന്നുണ്ട്. അതായത് അനുമോള് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ നമ്മുടെ ജസീൽ പറയുന്നുണ്ട്. അതിലിടക്ക് വീണ്ടും നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ അവിടെ പോയതായിട്ട് തോന്നുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോ ജസീൽ പറയുന്നുണ്ട്, ഒരു പെർഫ്യൂം പോയിട്ടുണ്ട്. അപ്പൊ ആ പെർഫ്യൂം പോയത് ആരായിരിക്കും എടുക്കാൻ ചാൻസ് ഉള്ളത് ചോദിച്ചപ്പോ നമ്മുടെ ജസീൽ ആദ്യം തന്നെ അനുമോളുടെ പേരാണ് പറയുന്നത്. പക്ഷേ അത് ആരാണ് എടുത്ത് എന്നുള്ളത് നമ്മുടെ ലാലേട്ടൻ അവിടെ കാണിച്ചു തരുന്നുണ്ട്. അത് ബിഗ് ബോസിലെ, അതായത് ബിഗ് ബോസ് ടീമിന്റെ ആൾക്കാർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ആ സാധനം എടുത്തു കൊണ്ടുപോകുന്നത് എന്നുള്ളത് അവിടെ നമ്മുടെ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, ഇനി എന്നെ കൊണ്ട് ഇതുപോലുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ ചെയ്യിക്കരുത്. അതായത് ബിഗ് ബോസ് എന്തെങ്കിലും സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 7ന്റെ പണി തരുമെന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതിനുശേഷം അനുമോളോട് വേറൊരു പ്രസ്താവനയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അനുമോളെ, നിങ്ങൾ ആണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അനുമോള് ഭയങ്കര സന്തോഷത്തോടെ എണീറ്റിട്ട്, ഞാൻ പറഞ്ഞു ലാലേട്ടാ, ആണുങ്ങളെല്ലാം മൊണ്ണയാണ്, അതായത് ആണുങ്ങളെല്ലാം മൊണ്ണയാണ്, ഈ ഗെയിമിലുള്ള ആണുങ്ങളെല്ലാം മൊണ്ണയാണെന്ന് പറഞ്ഞു എന്നുള്ളത് ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അനുമോള് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഞാൻ അങ്ങനെ പറയാൻ സാഹചര്യം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെയുള്ള ആണുങ്ങൾ എല്ലാവരും നമ്മുടെ ജസീലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ജസീലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണ് ഇവിടെയുള്ള ആണുങ്ങൾ എല്ലാവരും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവരെ മൊണ്ണകൾ എന്ന് വിളിക്കാൻ കാരണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ അനുമോളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമുക്ക് അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാനും നമ്മുടെ ലാലേട്ടന് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിനെ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മുടെ കലാഭവൻ സരിക നമ്മുടെ അനുമോളെതിരെ തന്നെയാണ് വർത്തമാനം പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ അനുമോളും അതുപോലെ അക്ബറും കലാഭവൻ സരികയുടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഒരു ഗെയിമില് സരികനെ സപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ അനീഷിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മുടെ അനുമോളെ കണ്ടത് എന്ന് നമ്മുടെ സരിക പറയുന്നുണ്ട്. അപ്പൊ അനുമോള് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തതിൽ എനിക്കും ഒരു ചെറിയൊരു ദേഷ്യമുണ്ടെന്നൊക്കെ നമ്മുടെ കലാഭവൻ സരിക പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ അനുമോളെ അപ്രീഷിയേറ്റും ചെയ്യുന്നുണ്ട്. താങ്കൾ ഒരു CIDയുടെ പ്രശ്നങ്ങളൊക്കെ, അതായത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ താങ്കൾ ഒറ്റക്കാണ് ചെയ്യുന്നത്, അത് വളരെ നല്ലൊരു കാര്യമാണ്, അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായതിൽ വളരെ നല്ല സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ നമ്മുടെ അനുമോളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ അനീഷിനെ പിടിക്കാൻ. അനീഷേ, താങ്കൾ ഒരു 4-5 സീസൺ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടാണ് താങ്കൾ വന്നിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, താങ്കൾക്ക് അഖിൽ മാരയാറെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് വീണ്ടും അഖിൽ മാരാർ എന്നുള്ളൊരു കഥാപാത്രം നമ്മുടെ ബിഗ് ബോസിലോട്ട് വരികയാണ്. അതുപോലെ സാബുവിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ അനീഷ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ഒരു ഗെയിമിംഗ് ആയിട്ടാണ് നമ്മുടെ ലാലേട്ടെന്ന് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അഖിൽ മാരാർ അല്ലെങ്കിൽ സാബു ഒക്കെ ചെയ്ത പോലത്തെ അല്ലാതെ തന്നെ അതിന്റെ മേലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നത്.
അങ്ങനെ ആ ഒരു പ്രവൃത്തിയിൽ താങ്കൾക്ക് എന്താണ്, സന്തോഷമാണോ അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നല്ലതാണോ എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അനീഷിന് വിട്ടുവീഴ്ചയൊന്നുമില്ല. അനീഷ് പറയുന്നുണ്ട്, ഞാൻ എന്റെ 100% ഞാൻ ഇവിടെ ഇട്ടിട്ടാണ് കളിക്കുന്നത്, ഞാൻ ഫേക്ക് ആയിട്ടല്ല കളിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് നമ്മുടെ അനീഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ലാലേട്ടൻ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ അനീഷിനെ ഒന്ന് അടിച്ച് അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അണ്ണാക്കിലോട്ട് വീഴുന്നു കഴിഞ്ഞപ്പോൾ അനീഷ് മൊത്തത്തിൽ ഒന്ന് തളർന്നു പോയി. അങ്ങനെ അനീഷിനെ എന്താ പറയാ, അനീഷിനെ തന്നെ ജെനുവൻ ആണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. മറ്റുള്ള പ്രേക്ഷകരാണെങ്കിലും കൂടെ മത്സരിക്കുന്നവരാണെങ്കിലും അവര് പറയണം, അനീഷ് താങ്കൾ ഒരു പെർഫെക്റ്റ് മാൻ ആണ് എന്നുള്ളത് അവരെ കൊണ്ട് പറയിപ്പിക്കൂ എന്നാണ് നമ്മുടെ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ വേറൊരു ടാസ്ക് കൊണ്ടുവരികയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ആഴ്ചയിൽ ഏറ്റവും നല്ല പെർഫോമർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണി കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ. അങ്ങനെ ആ ഒരു പണിയിൽ ആദ്യം അനീഷിനെ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ ആദ്യം വിളിക്കുന്നത്. അനീഷ് വന്നിട്ട് നമ്മുടെ ഷാനവാസിനാണ് ഫസ്റ്റ് സ്റ്റാർ കൊടുക്കുന്നത്. അഭിലാഷ് വന്നിട്ട് ജിസേലിന് കൊടുക്കും. ഷാനവാസ് വന്നിട്ടും ജിസേലിന് കൊടുക്കും. ആദില നൂറ വന്നിട്ട് അനീഷിന് കൊടുക്കും. കലാഭവൻ ശാരിക വന്നിട്ട് അനീഷിന് കൊടുക്കുന്നുണ്ട്. രേണു വന്നിട്ട് അനീഷിന് കൊടുക്കുന്നുണ്ട്. ബിൻസി വന്നിട്ട് ശരത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആര്യൻ വന്നിട്ട് ജിസേലിന് കൊടുക്കുന്നുണ്ട്. അനു വന്നിട്ട് അനീഷിന് കൊടുക്കുന്നുണ്ട്. ശൈത്യ വന്നിട്ട് ആര്യന് കൊടുക്കുന്നുണ്ട്. ബിൻസി വന്നിട്ട് ശരത്തിന് കൊടുക്കുന്നുണ്ട്. ശരത്ത് വന്നിട്ട് അക്ബറിന് കൊടുക്കുന്നുണ്ട്. അക്ബർ ജിസേലിന് കൊടുക്കുന്നുണ്ട്. ജിസേൽ ആര്യന് കൊടുക്കുന്നുണ്ട്. നൂറ വന്നിട്ട് ജിസേലിന് കൊടുക്കുന്നുണ്ട്. നവീൻ ജിസേലിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ജിസേലിനായിരുന്നു. ഏറ്റവും നല്ല എന്താ പറയാ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിച്ച ഒരാള് അല്ലെങ്കിൽ അവിടെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാണ് നമ്മുടെ ജിസേൽ എന്ന് പറഞ്ഞുകൊണ്ട് ജിസേലിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ ജിസേലിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ജിസേലിന് നമ്മുടെ സ്റ്റാറിന്റെ രൂപത്തിലുള്ള ചോക്ലേറ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് വേണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി ഓടുന്ന ഒരാളുണ്ട്, നവീൻ പറഞ്ഞു, ലാലേട്ട എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോ വേണമെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ലാലേട്ടനോട് പറയുന്നുണ്ട്, ലാലേട്ട പണിയാണെങ്കിൽ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ ഗിഫ്റ്റ് വേണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ നവീൻ പറയുന്നുണ്ട്, ആ വേണം എന്ന് പറയും. അങ്ങനെ നമ്മുടെ സ്റ്റോർ റൂമിലോട്ട് പോകാൻ പറയും. അങ്ങനെ നമ്മുടെ നവീന് ഓടിപ്പോയി സ്റ്റോർ റൂമിലോട്ട് പോകുമ്പോൾ അവിടെയാണ് ആ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നത്. ആ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോഗിന്റെ റോബോട്ട്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ലാലേട്ടൻ വന്നപ്പോൾ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ ഇനി വീടിന്റെ അകത്തോട്ട് കയറ്റാൻ പോവുകയാണ്. അതായത് ഇനി അവിടെയുള്ള CID പരിപാടികളൊക്കെ അനുമോള് ചെയ്യണ്ട, ഞങ്ങൾക്ക് വേറെ ആളുണ്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ നമ്മളെ ആ ഒരു ഗിഫ്റ്റിന് അവിടെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു പരിചയപ്പെടുത്തലിനൊക്കെ ശേഷം നമ്മുടെ റെഡ് സോണിൽ പോയ ഒനിയലിനെയും ശരികയെയും തിരിച്ചു വീണ്ടും വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. അവർ വരുന്നുണ്ട്. അവിടെ ഒരു ഓട്ടോയിൽ വളരെ സന്തോഷത്തോടെ വരുന്നുണ്ട്. എന്നിട്ട് അവരോട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു 48 മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒനിയൽ പറഞ്ഞു, ആദ്യത്തെ കുറച്ച് സമയം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ലാലേട്ട, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷനായി. പിന്നെ അവിടെ ആരോട് സംസാരിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന പൂവുകളോടും പൂവൊക്കെ എണ്ണീട്ടും പൂവിനോടൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെ നമ്മുടെ ഒനിയൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സരികയോട് ചോദിച്ചപ്പോൾ സരിക പറഞ്ഞു, സരികയുടെ കിളി പോയി എടുത്തിരിക്കുകയായിരുന്നു, എനിക്ക് എന്തൊക്കെയോ പേടി സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ലാലേട്ട വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ അവരോട് ആ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരോട് ഇനി സേഫ് ആയിട്ട് കളിക്കാനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എവിക്ഷൻ എന്നുള്ള പരിപാടി വന്നത്. അപ്പോ ഈ ആഴ്ചയിൽ ആരാണ് പോകുന്നത് എന്നുള്ള സംഭവം നമ്മുടെ ലാലേട്ടന്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അതിൽ ആളുടെ പേരും ഉണ്ടായിരുന്നു. അധികം വലിച്ചു നീട്ടുന്ന കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. ലാലേട്ടൻ പെട്ടെന്ന് തന്നെ നമ്മുടെ RJ ബിൻസിയാണ് വിളിച്ചത്. പുറത്താക്കേണ്ട ആള് വന്നത് നമ്മുടെ RJ ബിൻസി ആയിരുന്നു. അങ്ങനെ ബിൻസിയാണ് ഈ ആഴ്ചയിലെ, അതായത് ശനിയാഴ്ച എവിക്ഷനിൽ പോയിട്ടുള്ളത്. അങ്ങനെ ബിൻസി മറ്റുള്ള ആൾക്കാരോടൊക്കെ യാത്ര പറയുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ആരും വിചാരിച്ചതായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ബിൻസി പോകുന്നുള്ളത്. പക്ഷേ ഇതിലിടയ്ക്ക് എപ്പോഴോ ബിൻസി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ചിലപ്പോൾ ഞാനായിരിക്കും പോവുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത് ബിഗ് ബോസിൽ. അങ്ങനെ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. അതിലിടയ്ക്ക് കൂടുതൽ ബിൻസിക്കോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് നമ്മുടെ അപ്പാനി ശരത്തിനായിരുന്നു. അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങൾ കരയരുത്, വളരെ നല്ല രീതിയിൽ കളിക്കണം, കപ്പുമായിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ടാണ് നമ്മുടെ
ബിൻസി ആ ഒരു വീടിന്റെ അകത്ത് നിന്നും പുറത്തോട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ അടുത്തോട്ട് നമ്മുടെ ബിൻസി വന്നു. ബിൻസിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ചോദിക്കുമ്പോൾ ബിഗ് ബോസിന്റെ അകത്ത് നമുക്ക് പറയുന്ന പോലെയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ നമ്മുടെ ബിൻസിയും പറയുന്നുണ്ട്. അത്രയും ദിവസം നിന്നായിരുന്ന ആ ഒരു കുറച്ച് കാഴ്ചകളും എല്ലാം നമ്മുടെ ബിൻസിക്ക് നമ്മുടെ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോ അകത്ത് നിന്നും കരയാതെ ധൈര്യത്തോടെ വന്ന ആള് പക്ഷെ സ്റ്റേജിലോട്ട് വന്ന സമയത്ത് പൊട്ടിക്കരയുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഞാനൊരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഒരിക്കലും പ്രതീക്ഷയില്ല ഞാൻ ഇങ്ങനെ പുറത്തു പോകും എന്നുള്ളത്. അങ്ങനെ ലാലേട്ടനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മുടെ ബിൻസിയെ ലാലേട്ടൻ പറഞ്ഞു കേൾക്കുന്നു. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ഇനി നാളെ പറയാം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി പറയാൻ വേണ്ടിയിട്ട്, അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് ലാലേട്ടൻ ഞായറാഴ്ച വന്നിട്ട് ബാക്കി എല്ലാവർക്കുമുള്ള സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് നാളെ, അതായത് ഞായറാഴ്ച നമ്മുടെ ലാലേട്ടൻ പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ഞാനും വെയിറ്റിംഗിലാണ്, നിങ്ങളും വെയിറ്റിംഗിലായിരിക്കും. അപ്പൊ അതെന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പൊ ഞാൻ എന്തായാലും നിർത്താൻ പോവുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.